കർത്താവ് സംഗതിയാക്കിയതിനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ ബാല്യം മുതൽ കർത്താവെ അവർക്ക് ആ വിദ്യാഭ്യാസവും അവരുടെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളാൽ അവർ നൽകിയതിനായിട്ട് തർക്കസമയത്ത് കർത്താവെ യേശുകർത്താവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യവും ദൈവം അവർക്ക് നൽകി ആ നില അവരെ വളർത്തുവാൻ ദൈവം സഹായിച്ചു. അതിനാട്ടും സ്തോത്രം. അവർ മാതാപിതാക്കൾക്കാട്ടും സ്തോത്രം. പ്രിയ മാതാവിനും കർത്താവെ ഈ സത്യ ജീവിതത്തെ അറിയുവാൻ യേശുവിന്റെ തിരുനാമത്തിനും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധരിക്കുന്ന നാമമത്. ഉലകെങ്ങും ധരിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയമൊട്ടുമകറ്റിടും നാമമത്. ഭയമൊട്ടുമകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. ഇപ്പോൾ സ്നാനത്തെക്കുറിച്ച് 5 മിനിറ്റ് അതിനകത്ത് നിന്ന് മലമ്പുഴയിലെ കർത്താവിൻ്റെ പേരിലായിരിക്കുന്ന സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് അവരെ എൻ്റെ ശിഷ്യനാക്കി തീർക്കണമെന്ന് കർത്താവ് നീക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് പ്രിയ അമ്മ, പ്രിയ ജോഷുവ, പ്രിയ ആദ്യം എല്ലാവരും കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആയിരിക്കുകയാൽ അത് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്ന അന്ത്യനിയോഗം സുവിശേഷത്തോട് ചേർന്ന് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നുള്ള ആ കൽപ്പന പ്രമാണിക്കുന്ന ആ മഹനീയമായ ശുശ്രൂഷയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ആ സ്നാനത്തെക്കുറിച്ചുള്ള അല്പം കൂടി വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ തൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ നാം പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം വിശ്വസിച്ച കാര്യം, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, കല്ലറടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റാരും കാണാതെ മറ്റാരും അറിയാത്ത നിലയിൽ നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. ആ വചനം പറഞ്ഞ ദേവദാസൻ മാത്രമാണ് അത് അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആ കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ നാം ഏകീഭവിച്ച് ഒന്നായി തീരുമ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ശുശ്രൂഷയായിട്ട് മാറുകയാണ്. കർത്താവ് മരിച്ചതുപോലെ മരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കർത്താവ് അടക്കപ്പെട്ടതുപോലെ അടക്കപ്പെടുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്നാൽ അതിന് സാദൃശ്യമായി പ്രതീകമായി കർത്താവ് നൽകിയിരിക്കുകയാണ് ജലസ്നാനം എന്നുള്ളത്. ആ ജലത്തിലേക്ക് ഇറങ്ങി ആ ജലത്തിലേക്ക് മുങ്ങുമ്പോൾ
അവിടെ ഏതാ കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്നു എന്നുള്ളത് പ്രതീകമായത് വെളിപ്പെടുത്തുകയാണ്. ആ വെള്ളത്തിൽ നിന്നും നാം എഴുന്നേൽക്കുമ്പോൾ ആ മരിച്ച കർത്താവ്, അടക്കപ്പെട്ട കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ പ്രതീകമായി നാമും ആ മരണടക്ക പുനരുദ്ധാനത്തിൽ നാമും ഏകീഭവിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ജീവന്റെ പുതുക്കത്തിൽ പുതുമനുഷ്യനായി നാം ജീവിക്കത്തക്ക നിലയിലുള്ള ആ പുതുക്കത്തോടുകൂടെ നാം ഈ ജലസ്നാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല ആ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, ആ നിർമ്മല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടാണ് ജലസ്നാനം ഇരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമകനായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തി സ്നാനപ്പെടാത്തോടത്തോളം കാലം അവൻ്റെ ഹൃദയത്തിൽ നിർമ്മല മനസാക്ഷി ഉണ്ടാവുകയില്ല. ഇന്ന് ഈ സമയത്ത് ആ ജലത്തിലേക്ക് ഇറങ്ങി കർത്താവിനെ സാക്ഷീകരിക്കുമ്പോൾ നിർമ്മലമായ ഒരു മനസാക്ഷി രൂപപ്പെടുവാനിടയായി തീരുകയാണ്. പ്രിയപ്പെട്ട മാതാവിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോഷിയോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അലിനോട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രിയപ്പെട്ട 3 പേർക്കും ഇതല്ല കർത്താവിനെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനിടയായി തീർന്നല്ലോ. അത് ലോകമറിയത്തക്ക നിലയിൽ, ആ വിശുദ്ധ ജനം കാണത്തക്ക നിലയിൽ, ആ സ്വർഗീയ ദൂതന്മാരുടെ മുൻപാകെ ആ കർത്താവിനെ സാക്ഷീകരിക്കുവാനുള്ള വലിയ ഭാഗ്യ പദവി അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവന്റെ പുതുക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ധാരാളമായ കൃപകൾ പ്രിയപ്പെട്ട് നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. ദൈവനാമം ഇന്നേക്കും മോചിതമാകട്ടെ. തക്ക സമയത്ത് കർത്താവെ രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം തന്നെ. മാത്രമല്ല അവരുടെ തീരുമാനത്തിൽ പ്രകാരം കർത്താവിനെ കൽപ്പനയനുസരിച്ച് സ്ഥാനപ്പെടാനോ ആഗ്രഹത്തിൽ ആഗ്രഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ പ്രിയ മക്കളെ ഞങ്ങളും ഒരുമിച്ച് കർത്താവെ കടന്നിരിക്കുകയാണ്. കർത്താവെ ശുശ്രൂഷിപ്പാനും കർത്താവിന്റെ ദാസനും ആവശ്യമായ കൃപ പ്രാർത്ഥിപ്പാനും ദൈവാനും ശുശ്രൂഷിപ്പാനൊക്കെ തന്ന വലിയ കൃപ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും കർത്താവെ ഓർക്കണം. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാനാണ് അവിടുന്ന് സഹായിക്കണം. ഈ സഭാകളിൽ ഞങ്ങൾ ഇങ്ങനെ ക്രമീകരിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിച്ചിട്ടൊക്കെ മക്കളുടെ ആഗ്രഹത്തെ അവിടുന്ന് സൗകര്യീകരിക്കണമേ. കർത്താവെ താല്പര്യപ്പെടുവാൻ തക്കോണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആവശ്യമായ കൃപ തന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കും. കൂടുതൽ നല്ല മക്കൾക്ക് സ്തോത്രം. പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, ഭയത്തോടെ, മാതൃയോടുകൂടെ കർത്താവെ അച്ചടക്കത്തോടുകൂടെ ഞങ്ങൾ ഈ സഭാകളിൽ കടന്നിരിക്കുക ശുശ്രൂഷയെ ഗുണമായി ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് സകല കാര്യത്തിൽ സമർപ്പിച്ചാട്ടെ. സ്തോത്രം ക്രിസ്തുവിന്റെ അതിവിശുദ്ധമുള്ള നാമത്തിൽ. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായ നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രിയ മകനെ ദൈവസ്ഥനിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കണ്ടുമുട്ടുവാൻ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവ് വിത്തരണം, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുവാൻ പ്രിയ കുഞ്ഞിനെ ദൈവം ഇടയാക്കുന്നല്ലോ. അതിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയോട് ഓർക്കണമേ, മാനിക്കണമേ. സ്വർഗം അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ വഴിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ കൃപകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാം തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു പ്രിയ മകന്റെയും പാപത്തിന് പരിഹാരമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് വാനമേഘ ഇറങ്ങി വരുമ്പോൾ തന്റെ സഭയെ ചേർക്കുന്ന ആ നാളിൽ പ്രിയമകനും കർത്താവിനോട് ചേരുമെന്ന് വിശ്വസിക്കുന്നുവോ? പ്രിയമകന്റെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഏറ്റുപെടുത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ദൈവദാസ നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. ജീവരന്തം വിശ്വസനായിക്ക് കർത്താവ് നിന്നെ സഹായിക്കും.
തന്നെയവൻ പുതിയ വേല ചെയ്യുവാൻ അരുളി തന്നെയവേ പുതിയ വേല ചെയ്യുവാൻ അരുളി തന്നെയവേ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവീൻ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവീൻ കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തിടുവേ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തിടുവേ. പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിയും നാഥനായ ദൈവമേ നല്ല പിതാവേ, എൻ്റെയോടങ്ങെ സ്തുതിക്കുന്നു. പ്രിയ സംഗമിച്ചായ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കൊടുത്ത വലിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ അവിടുത്തെ കൽപ്പന സ്വീകരിക്കുകയാണ്. കർത്താവെ അവിടെ നോർക്കണം, സഹായിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കൂടുതൽ മാനിക്കുവാൻ നിങ്ങളെ ഇടയാക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ കർത്താവ് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം തന്നെ. ദാസനഗിരി ചോദ്യം ചോദിക്കുകയാണ്. ഈ സ്വർഗത്തെയും ഭൂമിയൊക്കെ ഉണ്ടാക്കിയ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയും കർത്താവായ യേശു ക്രിസ്തു എന്ന പേരിൽ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്നു. ഈ കർത്താവിനെ അമ്മച്ചിയുടെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് ആ കർത്താവിനെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വേഗം ഇറങ്ങി വരികയും തൻ്റെ സഭയെ ചേർക്കുന്ന നാളിൽ പ്രിയ അമ്മച്ചിയും കർത്താവിനോട് ചേരും എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ വിശ്വാസത്തിൻ്റെയും ഏറ്റുപറച്ചിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനത്തിൽ ഒരു ദൈവവാസനയിൽ പ്രിയ അമ്മച്ചിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊള്ളുന്നു. ജീവരന്തം വിശ്വസനായിരിക്കുക. കർത്താവ് ധാരാളം സഹായിക്കും. മനുഷ്യനു നാം എന്നേക്കുമായി മരിച്ചു മനുഷ്യനു നാം എന്നേക്കുമായി മരിച്ചു എന്നുള്ള സത്യമാകുന്നു കർമ്മവിധോ എന്നുള്ള സത്യമാകുന്നു കർമ്മവിധ പുതിയ ജീവനത്തെ മേലാൽ ഭരണം ചെയ്തു നമ്മെ പുതിയ ജീവനത്തെ മേലാൽ ഭരണം ചെയ്തു നമ്മെ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തിടുവേ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തിടുവേ. പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ, കർത്താവേ തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. ചിലവരെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രിയാത്മനെ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുവാൻ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. കാലങ്ങൾക്ക് മുമ്പ് കർത്താവെ അങ്ങനെ അവിടുന്ന് വേർതിരിക്കുന്നു. നന്ദിയോടെ സ്നേഹിക്കുന്നു. നാളിൽ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പ്രിയ കുഞ്ഞിനെ ദൈവം സഹായിക്കണമേ. അവിടെ നൽകിയ എല്ലാ നന്മയ്ക്കും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വരികയും മാനവരാശിയുടെ പാപങ്ങൾക്ക് പകരമായി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയരത്തിൽ നിന്നും ജീവിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രിയ ആൽബിൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന കർത്താവ് വീണ്ടും മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ പ്രിയമകൻ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നുവോ? പ്രിയമകൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഏറ്റുപറച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവദാസ നിലയിൽ പ്രിയമകനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊള്ളുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവരന്തം വിശ്വസ്തനായിരിക്കും. ഒന്നായി മരിച്ചുയർപ്പാൻ എന്നോട് കൂടി നാമം
ഒന്നായി മരിച്ചുയർപ്പാൻ ഒന്നാം മനുഷ്യനെ യോസേഫിൻ കല്ലറയിൽ ഒന്നാം മനുഷ്യനെ യോസേഫിൻ കല്ലറയിൽ തിരിച്ചു സംസ്കരിപ്പാൻ ജലത്തിലായിടുവേ തിരിച്ചു സംസ്കരിപ്പാൻ ജലത്തിലായിടുവേ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ കാണുവിൻ ദേവജാലം യോർദാൻ നദീജലത്തിൽ കാണുവിൻ ദേവജാലം യോർദാൻ നദീജലത്തിൽ നിമഞ്ജനങ്ങളിൽ പാൻ വന്ന ചരിതമോർത്തി മാനിച്ചനായി നന്ദിയോടെ കൂട്ടിക്കൊണ്ടുവന്ന സഹോദരന്മാർക്കായി നന്ദിയോടെ ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരിയെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് ഭൂമിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവനാമത്തിനായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അതേ കർത്താവ് ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം വാക്ക് ആ വചനത്തെ അവർ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപയെ നൽകണമേ. എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരെ കാത്തു പരിപാലിച്ചു ഇരു സഭകളെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടനായി കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേൾക്കണം. പ്രാർത്ഥിച്ച ആസ്വാദം പറയാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, എത്രത്തോളം ഞങ്ങളെ സഹായിച്ചതായ നന്ദിയോട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വലിയ അനുഗ്രഹത്തിന്റെ നിറവിലായിരിക്കുവാൻ ഞങ്ങൾ ഇടയാക്കുന്നതായ സ്തോത്രം. സ്വർഗം സന്തോഷിക്കുന്ന ശുശ്രൂഷയിലേക്ക് കർത്താവേ അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായ നന്ദിയോട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച 3 പേരെയും ദിവസങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ കടന്നു വന്ന ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ സാക്ഷ്യം അവർ ഹൃദയത്തിൽ കടന്നു വരുവാനും കർത്താവിനെ അംഗീകരിക്കുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഈ വേള തീരുമാനം എടുക്കുവാൻ അവർ ഹൃദയം കൊണ്ട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനായ അടിയനും ദൈവം കർത്താവ് വലിയ കൃപയ്ക്കായി സകല മഹത്വവും ഞങ്ങൾ അർപ്പിച്ചിട്ട് സകല ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധമായ സഹവാസം പ്രത്യേകിച്ച് സ്നാനപ്പെട്ട മക്കളുടെ മേലും പ്രിയ അമിസിന്റെ മേലും കടന്നു വന്ന എല്ലാ പ്രിയ ദൈവജനത്തിന്റെ മേലും സ്ഥലം സഭകളുടെ മേലും ലോകമെമ്പാടും വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ കാലാസനം വരെ ഉണ്ടാകുമാറാകട്ടെ. കർത്താവിന്റെ നാമം ഏറ്റവും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.